ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3ൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറേ ഗ്രൂപ്പ്സിലൊക്കെ വന്നു കാണുമല്ലോ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ചിലത് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരെണ്ണം ഉണ്ട് മറ്റേ ക്ലാസ് ഷെഡ്യൂളിംഗ് പ്രോബ്ലത്തിൻ്റെ CSP ജനറേറ്റ് ചെയ്യാൻ. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ കുറേ പ്രൊഫസറുണ്ട്, അതുപോലെ കുറേ ക്ലാസ് റൂമുണ്ട്, കുറേ ടൈം സ്ലോട്ട്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു CSP ജനറേറ്റ് ചെയ്യാൻ. ഇപ്പോൾ CSPയിൽ മെയിൻലി എന്തൊക്കെയുണ്ട്? വേരിയബിൾ, ഡൊമൈന്, കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രൊഫസേഴ്സ് ആണ്. അതായത് P1, P2, P3 എക്സെട്ര അപ് ടു PN വരെയുള്ള സെറ്റ് ഓഫ് പ്രൊഫസേഴ്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. അതാണ് V=2 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾസ് ഇരിക്കുന്ന ക്ലാസ്, അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. C1, C2 എക്സെട്ര അപ് ടു CN. നമ്മൾ പഠിച്ചിട്ടില്ലേ CSP പഠിക്കുന്ന സമയത്ത് എന്താണ്? വേരിയബിൾ എവിടെയാണോ ഇരിക്കുന്നത് അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പ്രൊഫസേഴ്സ് ഇരിക്കുന്ന എവിടെയാണ്? ക്ലാസ് റൂമിലാണ്. അതുകൊണ്ടാണ് അതിനെ ഡൊമൈനായിട്ട് എടുത്തത്. പിന്നെ C എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിനുകളുടെ സെറ്റാണ്. ഇവിടെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം സ്ലോട്ട്, പ്രൊഫസേഴ്സിൻ്റെ അവൈലബിലിറ്റി, പിന്നെ ക്ലാഷ് ഉണ്ടാവാതിരിക്കുക, അതൊക്കെയാണ് കൺസ്ട്രെയിൻസ്. ടൈം സ്ലോട്ട്സ് അലോട്ടഡ് ഫോർ ദ ഈച്ച് പ്രൊഫസർ അവൈലബിലിറ്റി, പിന്നെ നോ ക്ലാഷ്. അപ്പം ഈ പ്രോബ്ലം എല്ലാവരും നോക്കി വയ്ക്കുക. ആൻസർ ഇതാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ CSPയുടെ അൽഗോരിതം വെച്ചിട്ട് സെൻഡ് പ്ലസ് മോർ മണി അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ആയിട്ട് ഒരു 10 മിനിറ്റ്സ് സംതിങ്ങിലുള്ള വീഡിയോ. അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ തനിയെ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ മാത്രം ഡിസ്കസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണ്, നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ. അതായത് ഇങ്ങനെ വേരിയബിളും ഡൊമൈനും ഒക്കെ എഴുതി ഇതുപോലെ ബോക്സ് ഒക്കെ വരച്ചിട്ടുള്ളൊരു മെത്തേഡായിരുന്നു. അപ്പോൾ ഫൈനലി ആൻസർ വന്നിട്ട് എസിൻ്റെ വാല്യൂ 9, ഇൻ്റെ വാല്യൂ 5, എന്നിൻ്റെ വാല്യൂ 6, ഡിയുടെ വാല്യൂ 7, M1, O0, R8, Y2 ഇത്രയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ മറ്റേ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്തിട്ട് ഇത് തന്നെയാണോ കിട്ടിയെന്ന് ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈറ്റ് പ്ലസ് ദാറ്റ് ആപ്പിൾ എന്നും പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇയുടെ വാല്യൂ 8 വരും, A1, T9, H എന്ന് പറയുന്ന 2, പിന്നെ P എന്ന് പറയുന്ന 0, L എന്ന് പറയുന്ന 3 ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ വാല്യൂ. മറക്കല്ലേ. E എന്ന് പറയുന്ന 8 നിങ്ങൾ ചെയ്ത് നോക്കുക. A എന്ന് പറയുന്ന 1, P എന്ന് പറയുന്നത് 0, T എന്ന് പറയുന്ന 9, H എന്ന് പറയുന്ന 2, L എന്ന് പറയുന്ന 3. നിങ്ങൾ ചെയ്തിട്ട് ഇതാണോ വാല്യൂ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് ഗുഡ് ഹ്യൂറിസ്റ്റിക് ടു ചൂസ് ദ വേരിയബിൾ ദാറ്റ് ഈസ് മോസ്റ്റ് കൺസ്ട്രെയിൻഡ് ബട്ട് ദ വാല്യൂ ദാറ്റ് ഈസ് ലീസ്റ്റ് കൺസ്ട്രെയിൻ ഇൻ CSP. എന്താണ്? അതായത് ഗുഡ് ഹ്യൂറിസ്റ്റിക് എപ്പോഴും മോസ്റ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള വാല്യൂവും നമ്മുടെ CSP എപ്പോഴും ലീസ്റ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള വാല്യൂസേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് കൺസ്ട്രെയിൻ ആയിട്ടുള്ള വാല്യൂ എടുക്കാനുള്ളൊരു 3 റീസണും ഉണ്ട്. അതേപടി ലീസ്റ്റ് കൺസ്ട്രെയിൻ ആയിട്ടുള്ള വാല്യൂ എടുക്കാനുള്ളൊരു 3 റീസണും ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ മോസ്റ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള വാല്യൂവിൽ ഫ്യൂവർ വാല്യൂസ് ആയിരിക്കും, മീൻസ് കുറച്ച് വാല്യൂസേ കാണത്തുള്ളൂ. അപ്പോൾ റെഡ്യൂസ് സെർച്ച് സ്പേസാണ് പറയുന്നത്. അതായത് ബൈ സെലക്ടിങ് ദ വേരിയബിൾ വിത്ത് ഫ്യൂവസ്റ്റ് പോസിബിൾ വാല്യൂ വി ക്യാൻ റെഡ്യൂസ് ദ സെർച്ച് സ്പേസ്. അതായത് കുറച്ച് വാല്യൂ ഉള്ളെങ്കിൽ സെർച്ച് സ്പേസ് കുറവായിരിക്കത്തില്ലേ, കുറച്ച് വാല്യൂസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള. ആൻഡ് മിനിമൈസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ നമ്പർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് മോസ്റ്റ് കൺസ്ട്രെയിൻ എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. റെഡ്യൂസസ് സെർച്ച് സ്പേസ്. അതായത് ബൈ സെലക്ടിങ് ദ വേരിയബിൾ വിത്ത് ഫ്യൂവസ്റ്റ് പോസിബിൾ വാല്യൂ വി ക്യാൻ റെഡ്യൂസ് ദ സെർച്ച് സ്പേസ് ആൻഡ് മിനിമൈസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. പിന്നെ ഇൻക്രീസ് ദ കൺസ്ട്രെയിൻഡ് പ്രൊപ്പഗേഷൻ. അതായത് മോസ്റ്റ് കൺസ്ട്രെയിൻഡ് വേരിയബിൾസ് എന്ന് പറയുന്നത് ലൈക്ലി ടു പ്രൊപ്പഗേറ്റ് കൺസ്ട്രെയിൻസ് ടു അതർ വേരിയബിൾ. അതായത് വേറെ വേരിയബിൾസിനും കൺസ്ട്രെയിൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വാല്യൂസേ ഉള്ളത് കൊണ്ട് ചെറിയ സെർച്ച് സ്പേസ് ആണ്, ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് മറ്റു വേരിയബിൾസിനും കൺസ്ട്രെയിൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് ഇൻക്രീസ് ദ കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ. മോസ്റ്റ് കൺസ്ട്രെയിൻഡ് വേരിയബിൾസ് ആർ മോർ ലൈക്ലി ടു പ്രൊപ്പഗേറ്റ് കൺസ്ട്രെയിൻസ് ടു അതർ വേരിയബിൾ. പിന്നെ എയർലി ഫെയില്യുവർ ഡിറ്റക്ഷൻ. അതായത് ഇപ്പോൾ കുറച്ച് വാല്യൂസ് അല്ലേ ഉള്ളൂ, അപ്പം ഫെയിലുവേഴ്സ് പെട്ടെന്നുണ്ടായാൽ അറിയാൻ പറ്റും. ഇഫ് എ വേരിയബിൾ വിത്ത് ഫ്യൂവസ്റ്റ് വാല്യൂ ഫെയിലുവർ ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെയിലുവേഴ്സ് ഈസിലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 3 അഡ്വാൻറ്റേജ് ആണുള്ളത്. മോസ്റ്റ് കൺസ്ട്രെയിൻഡ് വാല്യൂ എടുക്കുന്നത് കൊണ്ട് സെർച്ച് സ്പേസ് കുറയ്ക്കാൻ പറ്റും. ഇൻക്രീസ് ദ കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ, എയർലി ഫെയിലുവർ ഡിറ്റക്ഷൻ. പിന്നെ അതുപോലെ
എന്താണ് ബൈ ചൂസിങ് ദ ലീസ്റ്റ് കൺസ്ട്രെയിനിങ് വാല്യൂ. ലീസ്റ്റ് കൺസ്ട്രെയിനിങ് വാല്യൂസ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് വാല്യൂസ് കാണും. അപ്പോൾ ഓപ്ഷൻസ് കൂടും. അപ്പോഴത്തേന് എന്ത് ചെയ്യും? പ്രിസർവിങ് ദ ഫ്ലെക്സിബിലിറ്റി കൂടും. കാര്യം ഇറ്റ് കീപ്സ് ഓപ്ഷൻസ് ഓപ്പൺ ഫോർ വേരിയബിൾ അസൈൻമെൻറ്റ്. ഒരുപാട് സംഭവം ഉള്ളതുകൊണ്ട്. പിന്നെ റെഡ്യൂസ് ദ കൺസ്ട്രെയിൻസിന് ഒരു വൈലേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. കാര്യം ഒരുപാട് വേരിയബിൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അവോയ്ഡ് പ്രീമെച്വർ കമ്മിറ്റ്മെൻറ്റ്. അതായത് അവോയ്ഡ് അസൈനിങ് വാല്യൂസ്. അതായത് ഇപ്പം ഒരുപാട് വാല്യൂസ് ഉള്ളത് കൊണ്ട് എന്താണ് വാല്യൂസിൻ്റെ നേരത്തെ കൂട്ടി അസൈൻ ചെയ്യത്തില്ല. അതാണ് പ്രീമെച്വർ കമ്മിറ്റ്മെൻറ്റ്. മീൻസ് വാല്യൂസിന് നേരത്തെ കമ്മിറ്റഡ് ആക്കത്തില്ല. എന്നാൽ വാല്യൂസിനെ അസൈൻ ചെയ്യത്തില്ല. മീൻസ് ഒരുപാട് വാല്യൂസ് ഇല്ലേ നമ്മുടെ ലീസ്റ്റ് കൺസ്ട്രെയിനിൽ. മറ്റേതെന്ന് പറയുമ്പോൾ ഫ്യൂവസ്റ്റ് വാല്യൂ ആണെങ്കിൽ ഇവിടെ മോർ വാല്യൂസാണ് വരുന്നത്. അതുകൊണ്ട് എന്താ പെട്ടെന്ന് വാല്യൂസ് കമ്മിറ്റഡ് ആവത്തില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പ്രിസർവിങ് ഫ്ലെക്സിബിലിറ്റി, അവോയ്ഡ് പ്രീമെച്വർ കമ്മിറ്റ്മെൻറ്റ്, അവോയ്ഡ് അസൈനിങ് വാല്യൂ ദറ്റ് സിവിയർലി റെസ്ട്രിക്റ്റ് ഫ്യൂച്ചർ അസൈൻമെൻറ്റ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വാല്യൂസ് എന്ത് ചെയ്യത്തില്ല, അസൈൻ ചെയ്ത് കൊടുക്കത്തില്ല. പിന്നെ കൺസ്ട്രെയിൻ വൈലേഷൻ കുറയ്ക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് ജമ്പിങ് എന്താണ്, മിൻ കോൺഫ്ലിക്ട്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ബാക്ക് ജമ്പിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ CSPയിൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പം ഇത് മലയാളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എവിടെയെങ്കിലും നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് CSPയുടെ പ്രൊസീജിയറിൽ എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാര്യമായ കൺസ്ട്രെയിനിനെ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കൺസ്ട്രെയിൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ കൺസ്ട്രെയിൻ എന്ത് ചെയ്യുന്നു? റിവോക്ക് ചെയ്യും. മാറ്റിയിട്ട് വേറൊരെണ്ണത്തിന് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് കൊണ്ടുവയ്ക്കും. അതിനെയാണ് ബാക്ക് ജമ്പിങ് എന്ന് പറയുന്നത്. ടെക്നിക് യൂസ്ഡ് ഇൻ CSP ടു ഹാൻഡിൽ കോൺഫ്ലിക്റ്റ് തടയാനായിട്ട് CSPയിൽ യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്. വെൻ എ കോൺഫ്ലിക്റ്റ് ഒക്കർ, CSPയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ദ കോൺഫ്ലിക്റ്റ് ആൻഡ് അനലൈസ് ദ കൺസ്ട്രെയിൻ ദാറ്റ് കാസ് കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ കൺസ്ട്രെയിൻ ആരാണെന്ന് നോക്കും. എന്നിട്ട് ജംപ് ബാക്ക് ടു ദ മോസ്റ്റ് റീസെൻറ്റ് അസൈൻമെൻറ്റ്. അതായത് ആ കോൺഫ്ലിക്റ്റിനെയാണ് മോസ്റ്റ് റീസെൻറ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ കോൺഫ്ലിക്റ്റിലേക്ക് പോയിട്ട് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ കൺസ്ട്രെയിനിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? റിവോക്ക് ദാറ്റ് അസൈൻമെൻറ്റ്. അതായത് ആ ഒരു കൺസ്ട്രെയിനെ എടുത്ത് മാറ്റിയിട്ട് ആൻഡ് പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് വാല്യൂ. അതിന് പകരം വേറൊരു വാല്യൂ കൊടുക്കും. അപ്പോൾ എന്താണ് നമ്മുടെ CSP ചെയ്ത് വരുമ്പം ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് കോസ് ചെയ്ത കൺസ്ട്രെയിൻ ആരാന്ന് നോക്കും. എന്നിട്ട് ആ കൺസ്ട്രെയിൻ്റെ അടുത്തോട്ട് പോയിട്ട് കൺസ്ട്രെയിനെ റിവോക്ക് ചെയ്തിട്ട് അതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ഒരെണ്ണത്തിനെ കയറ്റുന്നതിനെയാണ് ബാക്ക് ജമ്പിങ് എന്ന് പറയുന്നത്. ഇനി കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസ്റ്റിക് ബേസ്ഡ് അൽഗോരിതമാണ് CSPയിൽ യൂസ് ചെയ്യുന്നത്. അതായത് മിനിമം കോൺഫ്ലിക്റ്റ് അത് തന്നെയാണ് അർത്ഥം. സെലക്ട് ദ വേരിയബിൾ വിത്ത് മിനിമം കോൺഫ്ലിക്റ്റ്, അസൈൻ ദ വാല്യൂ ദാറ്റ് മിനിമൈസ് ദ കോൺഫ്ലിക്റ്റ്. അതായത് കോൺഫ്ലിക്റ്റ് കുറഞ്ഞുള്ള വേരിയബിൾസ് സെലക്ട് ചെയ്തിട്ട് കോൺഫ്ലിക്റ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് അതിൽ അസൈൻ ചെയ്യും. അതാണ് മിനിമം കോൺഫ്ലിക്റ്റ്. അതെന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് ബേസ്ഡ് അൽഗോരിതമാണ് CSPയിൽ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റിനെ മിനിമൈസ് ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 2 player ഗെയിം എഴുതാൻ ചോദിക്കുന്നുണ്ട് മിൻമാക്സ് അൽഗോരിതം വെച്ചിട്ട്. അപ്പോൾ മിൻമാക്സ് അൽഗോരിതം എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അൽഗോരിതത്തിൻ്റെ ഫംഗ്ഷൻ ബേസ്ഡ് ആ സംഭവം എഴുതുക. ഇതൊക്കെ ഓൾറെഡി പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു 2 player ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യണം അതിൽ. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്ന ടിക് ടാക് ടോയ് ആണ്. സോ ടിക് ടാക് ടോയ് അറിയാമല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ്. രണ്ടെണ്ണം കാണും. ഇപ്പോൾ സർക്കിളും ക്രോസും എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു നിരയിൽ വരണം. സർക്കിളാണെങ്കിൽ ഒരു നിരയിൽ വരണം, ഇങ്ങനെ വരണം, റൈറ്റ് സൈഡിൽ വരണം, പിന്നെ താഴോട്ട് വരണം, പിന്നെ ഡയഗണലി വരണം, പിന്നെ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അപ്പോൾ അതേപടി ക്രോസ് ആണെങ്കിലും 2 പ്ലെയേഴ്സാണ്, ഒരാൾ ക്രോസും റൗണ്ടും ആയിട്ടൊക്കെ ഇരിക്കുന്നത്, അതും ഇതേപടി വരാം അല്ലേ. അപ്പോൾ ഇതാണ് ടിക് ടാക് ടോയുടെ കണ്ടീഷൻ. സപ്പോസ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ജസ്റ്റ് നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഗെയിം ഓൾറെഡി അറിയാമല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. ഞാനിതിവിടെ ഓർമ്മിപ്പിച്ചത് എക്സാം ടൈമിന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വരാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് മാത്രമായിട്ടാണ് ഓർമ്മിപ്പിച്ചത്. സോറി, ഇത്രയും ലൈൻസ് വേണ്ട. എക്സാം ടൈമിന് ഒരു ഡൗട്ട് വരാൻ പാടില്ല. അപ്പം നിങ്ങൾ ആദ്യം പറയാം. ഇപ്പോൾ ഇനിഷ്യലി നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു റൗണ്ട് കയറി, അതിനുശേഷം ക്രോസ് ഇവിടെ പ്ലേസ് ചെയ്തു, പിന്നെ വീണ്ടും ഒരു റൗണ്ട് ഇവിടെ പ്ലേസ് ചെയ്തു, പിന്നെ ക്രോസ് ഇവിടെ പ്ലേസ് ചെയ്തു, പിന്നെ ഇവിടെ റൗണ്ട് പ്ലേസ് ചെയ്തു. എങ്കിൽ ഇവിടെ ക്രോസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ക്രോസിന് എന്ത് കിട്ടും? +1 പോയിൻ്റ് കിട്ടും. സപ്പോസ് ഇവിടെ ക്രോസിന് പകരം പിന്നീട് വന്ന് റൗണ്ടാണ് പ്ലേസ് ചെയ്യുന്നത്, അപ്പോൾ ക്രോസ് വന്ന് ഇവിടെ പ്ലേസ് ചെയ്തു, പിന്നെ ഇവിടെ റൗണ്ട് പ്ലേസ് ചെയ്തു, ഇവിടെ ക്രോസ് പ്ലേസ് ചെയ്തു. അപ്പോൾ ആരും കട്ടായില്ല. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ അവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആവും.
അങ്ങനെ ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഈ ടിക് ടോക്ക് ടോയിനെ കേട്ടോ. പിന്നെ എന്തുവാ, ക്രോസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ക്രോസ് ആണെങ്കിൽ എന്താ അർത്ഥം, ക്രോസിന് +1 കിട്ടും. സപ്പോസ് ഇങ്ങനെ 0 0 0 ആണ് വരുന്നതെങ്കിൽ ആ 0യ്ക്ക് +1 കിട്ടും. അപ്പോൾ ആ രീതിക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ടിക് ടാക്ക് ടോയ് വെച്ചിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയണേ, ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് വാച്ച് ചെയ്തിട്ട് വേണം ഈ വീഡിയോ നോക്കാനായിട്ട്.